സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ കളങ്കം ഉണ്ടാക്കുന്ന തരത്തിൽ ഒരുപാട് അഴിമതി കഥകൾ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുൾപ്പെടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്നതൊരു വസ്തുതയാണ്. കേരളത്തിലെ UDF സർക്കാരിലെ ഒരുപാട് ഭൂരിപക്ഷം മന്ത്രിമാരെക്കുറിച്ചും ഇതിനകം തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉൾപ്പെടെ വിവിധ സ്പെഷ്യൽ കോടതികൾ ഉൾപ്പെടെ ഒരുപാട് പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ പൊതു മുതൽ കട്ടുമുടിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന ഭരണാധികാരികൾക്കെതിരെ ശക്തമായ നിലപാടുകളും പരാമർശങ്ങളുമാണ് ബഹുമാനപ്പെട്ട കോടതികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇവിടെ സംസ്ഥാനത്ത് ബാർ തുറപ്പിക്കുന്നതിന് വേണ്ടിയും അടപ്പിക്കുന്നതിന് വേണ്ടിയും കൈക്കൂലി വാങ്ങിയ കഥയാണ് സമീപകാലങ്ങളിൽ പുറത്തു വന്നിട്ടുള്ളത്. ബാർ അഴിമതിയുമായി കോഴയുമായി ബന്ധപ്പെട്ട് ആദ്യം ബാർ അസോസിയേഷന്റെ വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശ് പറഞ്ഞു 1 കോടി രൂപ ശ്രീമാൻ KM മാണി എന്ന് പറയുന്ന കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് നൽകിയിട്ടുണ്ട് എന്ന് പുറത്തു വന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു പണം കൊടുത്തയാൾ കൃത്യമായി കൈക്കൂലി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം, ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ തയ്യാറാവണമെന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ യുവജന പ്രസ്ഥാനങ്ങളെല്ലാം ആവശ്യപ്പെട്ടതാണ്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ തന്നെയുള്ള വിജിലൻസിനെ കൊണ്ട് അന്വേഷണം നടത്തിപ്പിക്കുകയും ഒരുപാട് തെളിവുകൾ അതുമായി ബന്ധപ്പെട്ട് വിജിലൻസിന് മുമ്പാകെ വരികയും ചെയ്ത സാഹചര്യത്തിലാണ് ശ്രീമാൻ KM മാണിയുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ വിജിലൻസ് തയ്യാറായത്. അങ്ങനെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തപ്പോഴും ശ്രീമാൻ KM മാണിയെ ധനകാര്യ വകുപ്പിൽ നിന്ന് മാറ്റി നിർത്താനോ അല്ലെങ്കിൽ ശ്രീമാൻ KM മാണി രാജിവെക്കാനോ തയ്യാറായില്ല. ഈ കേരളത്തിൽ ഒരുപാട് പഴയകാല ചരിത്രമുണ്ട്. കോടതിയുടെ പരാമർശം ഉണ്ടായാൽ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി കേസെടുത്താലൊക്കെ രാജിവെച്ചു പോയ അനുഭവങ്ങളാണ്, പാരമ്പര്യമാണ് കേരളത്തിൽ ഇതിനു മുമ്പൊക്കെ ഉണ്ടായിട്ടുള്ളത്. Celebrating 60 years, Deepa Gold, Diamond, Silver, Main Road, Kaningad. Deepa, നാടിന്റെ സ്വന്തം ജ്വല്ലറി. Jewelry, Kaningad, 916 Purity Gold. ഏഴഴകാർന്ന വധുവിന് പൊന്നഴക് ചാർത്തും 916 സ്വർണ്ണാഭരണങ്ങൾ.